ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴം പരിപ്പ് പായസം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിട്ടുള്ള കിച്ചടി പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറുപയർ പരിപ്പ് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായി വന്നിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരും നന്നായിട്ട് വറുത്താൽ. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 2 വലിയ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് അരിച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 2 പഴം വേവിച്ചിട്ട് മിക്സിയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 2 പഴം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. 1/4 കപ്പ് ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പഴം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പുളിപ്പുണ്ടാവില്ല, അത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരു 5 മിനിറ്റ് ഒരു 6 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിച്ചടി പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഴവും പരിപ്പ് വെന്തതും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സമയത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ 2 ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2ാം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 2.5 ഗ്ലാസ് ഉണ്ടാവും, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പാണെന്നുണ്ടെങ്കിൽ 250 കപ്പിന് ഒരു 2.25 കപ്പൊക്കെ എടുത്തിട്ടുണ്ടാവും. അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുറുക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലൊക്കെയാണ്. ഈ ഒരു സമയത്ത് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റൊക്കെ ആയപ്പോക്കിനും അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കുറുകിയിട്ടുള്ള തേങ്ങൻ്റെ 1ാം പാലാണ്. അത് ഞാൻ ഒരു 1.5 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഞാനിതൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തെടുക്കുക. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്.
കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും എടുക്കാം, നല്ല ടേസ്റ്റാണ്. എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുന്തിരിയും തേങ്ങാക്കൊത്തും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് പായസത്തിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ല പഴവും പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.